ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമുക്കിത് കുഴച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പൂരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയിൽ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് നമ്മുടെ ജാറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഞാനിതാ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവ്, 1/2 കപ്പ് മൈദ, 1/4 കപ്പ് റവ. നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. അതാ 250 ml കപ്പിൽ നോർമൽ വാട്ടർ തന്നെ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൾസ് മൂഡിലിട്ട് 3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് നമ്മുടെ മാവ് കുഴച്ച പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഞാനിത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇതാ ഞാനിവിടെ 2 ബാച്ചായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ള ഡോ ആണത്. ഇനി ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കുന്ന ആ ഒരു ഒന്നും നമുക്കില്ല. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പൂരി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒരു ഉരുളെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഡ്രോപ്പ് എണ്ണ നല്ലപോലെ ഒന്ന് തടകി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ അങ്ങ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിതവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് റെഡിയാക്കി ഇത് കോരി മാറ്റാം. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഷീറ്റൊന്ന് ഇതേപോലെ ഒന്ന് പ്ലേറ്റ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെഡി. ഇവിടെ രണ്ടാമത്തും ഞാൻ ഇതേപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ചൂടുള്ള എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പൂരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. നിങ്ങൾ കണ്ടല്ലോ, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.